കഴുങ്ങിനെയാണ് നമ്മളീ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇത് ഇരാഹള്ളിയാണ്. ഇത് അടക്ക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ തൈ എടുത്തിട്ടുള്ളത്. ഇന്ന് ഇതിൻ്റെ മുകളിൽ അടക്കയുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇന്നല്ല, 5 വർഷമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ തൈ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 3ാമത്തെ വർഷത്തേക്ക് നന്നായിട്ട് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. 3 വർഷം കൊണ്ട് തന്നെ നന്നായിട്ട് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. അന്ന് മുതൽക്ക് ഇതുവരെ എന്താ ഈ വലിപ്പമുള്ളത്. ഇതിൻ്റെ ഓരോ ഇതിലും കൊല വന്ന് തന്നെ നിൽക്കുന്നത്. എല്ലാ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു വയർ അതിനോട് ചേർന്ന് കൊല വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതാ ഇതിനുള്ളിൽ ഒരു നല്ല കൊല വരാൻ പോവുകയാണ്. അപ്പം തന്നെ അതിൻ്റെ ഒരു ചെറിയ ഇത് വന്നില്ല, ഇവിടെ ചില വണ്ണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ളിൽ പുതിയ ഇത് രൂപപ്പെട്ട് വരുന്നുണ്ട്. ഈ രീതിയിൽ തന്നെ ഇതിലുള്ള അടക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ല ഇനം കവുങ്ങാണ് ഇത്. വീട്ടുമുറ്റത്തൊക്കെ ഒരു അലങ്കാര ചെടി എന്നുള്ള രീതിയിലാണ് ഇതിനെ പരിഗണിക്കേണ്ടത്. പല വീടിൻ്റെ മുറ്റത്തും ഇപ്പോൾ ഇത് നിലത്ത് കാഴ്ച നിൽക്കുന്ന ഒരു സ്ഥലം അപ്പോൾ ഈ ആഴ്ച പോയി കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ തൈ ഇവിടുന്ന് കൊണ്ടുപോയ തൈയാണ്. 10 തൈ കൊണ്ടുപോയത് ആ നിലത്താണ് അടക്ക. ആ രീതിയിലൊക്കെ മരം കഴിച്ചിട്ടുണ്ട്, ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു രസകരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. ഈ കിഴങ്ങ് ഞങ്ങൾ വെച്ച സമയം സ്ഥലം അത്ര ഗുണകരമല്ല. ഇത് മഴക്കാലത്ത് പലപ്പോഴും ഇതിൻ്റെ മുരട്ട് വെള്ളം നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഇതിൻ്റെ വേര് വെള്ളത്തിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. ഇത് ശരിക്കും ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് തന്നെ ഒരു വീടിൻ്റെ മുറ്റത്ത് വെച്ച തൈകളിൽ പല തൈകളും 2 വർഷം കൊണ്ട് തന്നെ കായ്ച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിലത്തേക്ക് തട്ടി നിൽക്കുന്ന രീതിയിൽ ഇപ്പോൾ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് 2 വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കും. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ആ രീതിയിൽ ഇത് കായ്പ്പിച്ചെടുക്കാൻ കഴിയും. പിന്നെ ഇതൊക്കെ തന്നെ ഗവേഷണ കേന്ദ്രം, കവുങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഇതതിൻ്റെ ഒരു നല്ല മോഡൽ കിഴങ്ങാട്ടത് കണ്ടില്ലേ. ഇതിൻ്റെ അവരെ തോട്ടത്തിൽ പോയി കണ്ടാൽ അതുപോലുള്ളൊരു കിഴങ്ങ് തന്നെയാണിത്. ഇതിൻ്റെ വിത്തടക്കെടുത്ത് തൈകൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. 100% വിശ്വസിച്ചെടുക്കാൻ കഴിയുന്നത്. ശരിക്കും ഇതിൻ്റെ തൈകൾ മുളച്ച് വരുമ്പോൾ 2 ഇനത്തിൽ കാണാനുണ്ട്. കാരണം പുറത്തുനിന്ന് പരാഗണം നടന്നിട്ട് അതിൻ്റെ കിഴങ്ങ് വലുതായി പോകുന്ന അവസ്ഥയും കാണാനുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ തന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ പരാഗണം നടന്നുണ്ടാവുന്നതിൻ്റെ ഒറിജിനലാണ്. അതിൻ്റെ ആ ഉയരം കുറഞ്ഞ് പതിഞ്ഞ് കിടക്കുന്ന ഇനം തന്നെയാണ് അതുണ്ടാവുക. അതേസമയം ഇതിന് പോളിനേഷൻ അല്ലെങ്കിൽ ഇതിന് സഞ്ചിയൊന്നും കെട്ടി ചെയ്യാത്തത് കൊണ്ട് ഇത് 2 ഇനം ഇതിൽ തന്നെ വരുന്നുണ്ട്. നാടൻ കിഴങ്ങിൽ നിന്ന് പരാഗണം നടക്കുമ്പോൾ അതിൻ്റെ ആ മുളച്ച് വരുന്ന തൈ വലിയ തൈയായിട്ട് മാറുന്നുണ്ട്. അത് തൈ ഒരു ഇതുപോലെയല്ല വരുന്നത്. കുറച്ച് വണ്ണൊക്കെ വെച്ച് കരുത്തോടു കൂടി വരുന്ന ആ തൈകൾ ഞങ്ങൾ കാണുന്നുണ്ട്. അതും ഞങ്ങൾ വിൽപ്പനയിലുണ്ട് കേട്ടോ ഇവിടെ. അല്ല, നമുക്ക് കാണിച്ച അടക്കൊക്കെ അടക്കൊക്കെ തൈ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് 1500, 2000 വരെയൊക്കെ തൈക്കുണ്ടായിരുന്ന ഒരുവിധം നല്ല തൈകൾക്ക് ഉണ്ടായിരുന്ന സമയമുണ്ട്. ഇപ്പം ഇത് പിന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊക്കെ വ്യാപകമായിട്ട് തൈകൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് മറ്റടക്കൻ്റെ വിലയ്ക്ക് തന്നെ വരും. അപ്പോൾ ആ രീതിയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് 250 രൂപയിൽ നിന്ന് തുടങ്ങി 1000 രൂപേൻ്റെ വരെ തൈകൾ, വലിയ തൈകൾ വരെ ഞങ്ങളുടെ കയ്യിൽ നിലവിലുണ്ട്. കായ്ക്കാനായ തൈകൾ വരെ ഉണ്ട് കേട്ടോ ഇവിടെ. കവുങ്ങിൻ്റെ ഏത് ഇനം വേണമെങ്കിലും ഞങ്ങളെ സമീപിച്ചാൽ നല്ല ഇനം തൈകൾ കൊണ്ടുപോകാൻ കഴിയും. അത് വിശ്വാസത്തോടു കൂടി കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് പല ഇനം കവറുകളിൽ തന്നെ ഞങ്ങൾ ആദ്യം അടക്ക സെറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഓരോ ഇനം കവറിലാണ്. ഇൻ്റർമംഗള വെച്ചത് പച്ച കവറിലാണ്, ഒരു നീല കളറിലാണ് മൊഹിനാർ വെച്ചത്, കാസർഗോഡൻ വെച്ചത് കറുപ്പ് കവറിലാണ്, പിന്നെ വേറൊരു ഇനം സൈഗോൺ വെച്ചത് അതിനേക്കാൾ വേറെ ഇനം കവറിലാണ്. ഓരോ കവറും ആ രീതിയിൽ സെറ്റ് ചെയ്ത് ഒരു തൈ പോലും മാറിപ്പോകരുത് എന്ന ഒരു ചിന്തയിൽ തന്നെയാണ് അടക്ക ഞങ്ങൾ കൃത്യമായിട്ട് ആദ്യ കവറിലിടുന്നത്. ആ രീതിയിൽ മുളപ്പിച്ചെടുത്ത് 100% വിശ്വാസത്തോടു കൂടി കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് നമ്മളുടെ കർഷക സേവന കേന്ദ്രം. അത് ആ രീതിയിൽ തന്നെയാണ് കൊടുത്തു പോകുന്നത്. ആർക്കെങ്കിലും കൂടുതൽ തൈകൾ വേണം, ഞങ്ങൾ ഈ തൈകളൊക്കെ വിൽപ്പനയിൽ 2 രീതിയിലുള്ള വിൽപ്പനയിലുണ്ട് കേട്ടോ. 500 തൈക്ക് ഒരു ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവസാനത്തെ കാസർഗോഡൻ 28 രൂപയാണ്, മൊഹിനാർ 30, അതുപോലെ ഇൻ്റർമംഗളം 30, സൈഗോൺ 40. അങ്ങനെയാണ് ഞങ്ങൾ റേറ്റ്. അതേസമയം ഇത് 500-ൽ കൂടുതൽ തൈകൾ എടുക്കുന്ന ആളുകൾക്ക് അതിൽ നല്ല ഒരു റേറ്റ് കുറച്ചുകൊണ്ട് ഒരു ഹോൾസെയിൽ റേറ്റിനാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അധികം ആളുകളും കൂടുതൽ കഴിഞ്ഞ് വെക്കുന്നത്. ഞങ്ങളിന്ന് പല ആളുകളും 500, 1000 ഒക്കെ കൊണ്ടുപോകുന്ന ആളുകളാണ്. അത്തരം ആർക്കെങ്കിലും തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ നല്ല തൈകൾ കൊണ്ടുപോകാൻ കഴിയും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ റേറ്റ് കൂടി ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എപ്പോഴും നമ്മൾ കവുങ്ങിന് വളപ്രയോഗം നിർബന്ധമാണ്. ഇപ്പോൾ ഞങ്ങളിവിടുന്ന് കൊണ്ടുപോയിട്ട് 3 കൊല്ലം പറഞ്ഞിട്ട് 2.5 വർഷം കൊണ്ട് കായ്പ്പിച്ചെടുത്ത പല ആളുകളുടെ അനുഭവം നമ്മൾക്കുണ്ട്. അത്തരം ഒരു ആളോട് ഞാൻ തന്നെ ചോദിച്ചത്, നിങ്ങൾ 500 കിഴങ്ങ് ഇവിടെ കൊണ്ടുപോയി 2.5 വർഷമായപ്പം കവുങ്ങൊക്കെ കായ്ച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നപ്പോൾ നിങ്ങളതിൻ്റെ കൂടെ ജീവിച്ചോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് കുറച്ച് പശുക്കളുണ്ട്. അതിൻ്റെ ചാണകവും മൂത്രമൊക്കെ തന്നെ കിഴങ്ങിനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പുറമെ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ജൈവപൊട്ടാഷ് അടങ്ങിയ വളങ്ങളും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കായ്പ്പിച്ചെടുത്ത് പറഞ്ഞത്. ഇപ്രാവശ്യം ഞങ്ങളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു. കാരണം അത്രയും സന്തോഷത്തിലാണ് ആളുകൾ. ഞങ്ങളുടെ അടുത്ത് വരുന്ന കർഷകർക്കൊക്കെ ഉണ്ടാകുന്നത് എന്താണ്, ഇവിടെ നിന്ന് ഒന്ന് കൊണ്ടുപോയാൽ
അത് കൃത്യമായിട്ടും കായ്ക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുമായി ഇടപെടുന്ന നല്ല നല്ല കർഷകരുള്ള ഒരു ഗ്രൂപ്പ് കൂടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളെ പരിചയപ്പെടുത്തി തരാനും കൂടി ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇന്ന ആളുകളെ തോട്ടത്തിൽ നിങ്ങൾ പോയി കണ്ടോളി, എന്നിട്ട് കഴുങ്ങുന്ന തൈ വാങ്ങിയാൽ മതി എന്ന് പറയാൻ കൂടി കഴിയുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പരമാവധി അതിൻ്റെ നല്ല രീതിയിൽ തോട്ടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ നല്ല കവുങ്ങിൻ്റെ തൈകൾ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് കേട്ടോ. പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാൽ കൊണ്ടുപോകാവുന്നതാണ്. ഞങ്ങളെ നമ്പർ 94 97 660 440 നമ്പറിൽ വിളിച്ചാൽ അത് കൊണ്ടുപോകാൻ കഴിയും.